प्यारे बच्चों आदाब, आप कैसे हैं? आपको मालूम होगा कि मैं कौन हूँ। मेरे बारे में पिछली क्लास में तफसील से बताई है। दोस्तों, 8वीं जमात के मैं कौन हूँ सबक कैसी थी? इस सबक के तालीमी सरगर्मियाँ क्या क्या है, आज हम देखेंगे। अरे गुलजार के मास्टर साहब, जरा बताइए कि पहले सवालात क्या क्या हैं? मैं कौन हूँ എന്ന പാഠഭാഗത്തിലെ ആദ്യത്തിലുള്ള ചോദ്യങ്ങൾ ഇവയാണ്. फिजाई आलूदगी की वजह से ओजोन ग़िलाफ़ तबाह हो रहा है, इसलिए मैं परेशान हूँ कि कहीं मेरी ज़िंदगी भी ख़तरे में न पड़ जाए. ज़मीन ऐसा क्यों कहती है എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അഥവാ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ കാരണത്താൽ ഓസോൺ പാളി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വലിയ സങ്കടത്തിലാണ്. കാരണം എൻ്റെ ജീവിതം പോലും എന്താവും, അപകടപ്പെട്ടു പോവും, അപകടത്തിൽ ചാടിപ്പോവും എന്നുള്ളതാണ്. ജമീൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നതാണ് ചോദ്യം. എന്താ അതിൻ്റെ ഉത്തരം എന്താണ്? जी हाँ, ओजोन ग़िलाफ़ तबाह होने से इंसान जैसे जानदारों को ही नहीं बल्कि हमारे जमीन की जिंदगी भी खतरनाक होगी. രണ്ടാമത്തെ ചോദ്യം, ജമീൻ की हिफाजत हम कैसे कर सकते हैं? എങ്ങനെയാണ് നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുക? ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്താ ചെയ്യേണ്ടത്? എന്താണ് ഉത്തരം? എന്താ? जमीन की हिफाजत हम इस तरह करना है कि जंगलात की कटाई को रोकना है, परिंदों और जानवरों की हिफाजत करना है, अपना माहौल हरा भरा और साफ रखना है, पेड़ पौधे लगाना है, माहौल आलूदा होने से बचना है. आओ, മൂന്നാമത്തെ ചോദ്യം, आज ज़मीन ख़तरे में है, उसकी वजूहात क्या क्या है? अपने ख़यालात लिखिए ना. ഇന്ന് ഭൂമി ഭയങ്കര അപകടത്തിലാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാമായിരിക്കും അതിനുള്ള കാരണങ്ങൾ? इंसान हमारी जमीन की हिफाजत नहीं करते हैं, वो हमारी जमीन को आलूदा करते हैं, इसलिए जमीन खतरे में है. അടുത്ത ചോദ്യം, जमीन कह रही है आज मैं खतरे में हो. ज़मीन को ख़तरे से बचाने के लिए हम क्या कर सकते हैं? एक നോട്ട് लिखिए എന്നാണ്. ഭൂമി പറയാണ്, ഇന്ന് ഞാൻ ഭയങ്കര അപകടത്തിലാണ്, വലിയ അപകടത്തിലാണ്. ഭൂമിയെ ഖത്രയിൽ നിന്ന്, അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ज़मीन की हिफाजत हम कैसे कर सकते എന്നുള്ള അതേ ഉത്തരം തന്നെയാണ്. ഒന്ന് വിശദീകരിച്ച് എഴുതിയാൽ മതി അല്ലേ? അതുകൊണ്ട് ഞാനത് നിന്നോട് ചോദിക്കണില്ല. ഏതായാലും ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അടുത്തൊരു വായിക്കാനുള്ളൊരു പ്രവർത്തനം കൂടിയുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. മേ ജമീൻ ഹും തും ചാന്ത് ഹോ, മേ ജമീൻ ഹു തും ചാന്ത് ഹോ, मैं घूमती हूँ तुम घूमते हो. मैं जमीन हूँ, मैं घूमती हूँ, तुम चांद हो, तुम घूमते हो. मैं अनवर हो तुम गोपाल हो, मैं खेलता हूँ तुम खेलते हो. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ പതിയിലെ മേ എന്ന് തുടങ്ങുമ്പോൾ അവസാനം ഹു എന്നാണ് അവസാനിക്കുക. മേ എന്ന് ആദ്യം വരികയാണെങ്കിൽ അതിൻ്റെ അവസാനം എപ്പോഴും എന്തായിരിക്കും? ഹു എന്നായിരിക്കും. തും എന്നാണെങ്കിൽ ഹോ എന്നാണ്. അവസാനം നോക്കൂ, മേ എന്നതിൻ്റെ അവസാനവും തും എന്നതിൻ്റെ അവസാനം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ശുക്രിയ, ഖുദാ ഹാഫിസ്.